Assalamualaikum dear friends, welcome back to Shami's Karvat. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പച്ചരിയും പരിപ്പും വെച്ചിട്ട് ഒരു കിടിലൻ 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റുമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് നമ്മുടെ വീട്ടിലുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി നമുക്ക് നല്ലോണം കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി നല്ലോണം കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു അരിപ്പിലൂടെ നമുക്ക് വെള്ളമെല്ലാം തോരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ അരിപ്പിലൂടെ നമ്മൾ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പാണ്. തോടില്ലാത്ത ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ പയർ 1/2 കപ്പ് എടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടി നമുക്ക് ഒരു അരിപ്പയിലോട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ ഇതുപോലെ വെള്ളം എല്ലാം വാർന്ന് നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിൽ വെള്ളമെല്ലാം പോയി കിട്ടിയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് കപ്പ് ഏതാണെന്ന് വെച്ചാൽ 250 ml കപ്പിൻ്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നെടുക്കുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതേ അളവിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പച്ചരി വറുത്ത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച ചെറുപയർ പരിപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറുപയർ പരിപ്പില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് നമ്മുടെ സാധാരണ പച്ചപ്പയറുണ്ടല്ലോ അതെടുത്താലും മതി. 2 ദിവസം മുമ്പേ ഞാൻ ഇതുപോലെ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഒരു അവിൽ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റായി വരാനുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. അത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൈമ റൈസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബിരിയാണിയൊക്കെ വെക്കുന്ന കൈമ റൈസ്, അതുണ്ടെങ്കിൽ അതെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഇതിന് കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലും അതുണ്ടാവണമെന്നില്ല. ഇപ്പോൾ സാധാരണ പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി അല്ല, സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചരി വെച്ച് തന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. തേങ്ങയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വറുക്കുന്ന താമസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്ത് കിട്ടണം, ആ താമസം മാത്രമേ ഉള്ളൂ. അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈർപ്പമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് കൂടുതൽ നല്ലത് ശർക്കരയാണ്. അതും കറുത്തിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കൂടുതൽ നിറവും ടേസ്റ്റും കിട്ടും നമുക്ക്. അപ്പോൾ അത് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അളവ് കപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, 250 ml കപ്പിൻ്റെ അളവാണ്. അല്ലാതെ നിങ്ങൾ സാധാരണ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിന് 1/2 കപ്പ് എടുക്കുക. ഇനി നമുക്ക് 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പൊടിച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് തിളച്ച് ഈ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞ് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ കറുത്തത് ഉള്ളത് കൊണ്ട് ഞാൻ കറുത്തത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ കറുത്ത ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കിട്ടും, നല്ല കളറും കിട്ടും ഈ പലഹാരത്തിന്. അപ്പോൾ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കി വരട്ടെ. അപ്പോൾ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഉരുക്കി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചൊഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടോടെ ഒഴിക്കുമ്പോൾ ഉരുകി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കളയാം. ഇനി ഈ ശർക്കര പാനി നമുക്ക് മാറ്റി വയ്ക്കാം.
അപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ച അരിയും ചെറുപയർ പരിപ്പും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിക്കുന്ന ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈർപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിലോട്ട് ഈ അരി ഇട്ട് കൊടുക്കാം. ഈ അരിയും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങ് കൂടുതൽ ഫൈൻ പൗഡറായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോട് കൂടി, നമ്മൾ റവയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചെറിയ തരികളോട് കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ചെറിയ ചെറിയ തരികളോട് കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി. കൂടുതൽ അങ്ങ് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2.5 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം നമുക്ക്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ആണെന്നുണ്ടെങ്കിൽ ഒരു 3 തല്ലി ചതച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. തൊട്ട് 2 പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ശർക്കരയിൽ ഉപ്പില്ലാത്ത ശർക്കര ആണെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര നമുക്ക് ഉരുക്കിയെടുത്ത ശർക്കര ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉപ്പുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച അരിയും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഉടച്ചു കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമുക്കിത് ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഈ ശർക്കര ഒരു കുത്തലൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ചെറുപയർ പരിപ്പും നമ്മുടെ പച്ചരിയും വറുത്തെടുത്തത് കൊണ്ട് ഒരുപാട് വേവാനൊന്നും താമസമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. അഥവാ നിങ്ങൾക്ക് വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒഴിച്ച ഉടനെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പാനൊന്ന് ചൂടാതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2ാമത്തെ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഈ നെയ്യൊന്ന് ഉരുക്കി വരട്ടെ. നെയ്താ ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് ബദാം പരിപ്പ് 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പലഹാരത്തിന്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച മിക്സിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പച്ചരിയും കുറച്ച് ചെറുപയർ പരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അല്ലാതെ ചൂടോടുകൂടിയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുപയർ പരിപ്പും അരിയും പിന്നെ ശർക്കരയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. തേങ്ങയോ പാലോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇതാ കണ്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.